ഹലോ ഡിയർ, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി ഹൈ റേഞ്ചിലാണ് ഇട്ട വീഡിയോ ആണ്. നമ്മളൊരു പഴയ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്. അന്ന് റോഡെല്ലാം മഴക്കാലത്ത് എടുത്തുകൊണ്ട് കേടുവന്ന് കിടക്കുന്ന സംഭവമാണ്. ഇപ്പം എല്ലാം റോഡ് ഏകദേശം ശരിയാക്കി വൃത്തിയാക്കിയിട്ട് കിടക്കുന്നുണ്ട്. 4000 അടി ഹൈ റേഞ്ചിലാണ് ഈ പ്രോപ്പർട്ടി നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. 200 ഏക്കർ കാപ്പി ഏലം തോട്ടം, പലജാതി മരങ്ങൾ ഒരുപാട് ഉണ്ട്. ഇതിൽ 200 ഏക്കർ ജന്മന്തീരാധാരത്തിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഒരു 7.5 മിനിറ്റ് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് മാക്സിമം ഇടുന്നുണ്ട്. ഇതിന്റെ ബാക്ക് വീഡിയോ ഞാൻ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയും ആ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കാണുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി പിന്നീട് ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാവിധ സൗകര്യത്തോടെ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി ഉടനെ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. സ്കിപ്പ് ചെയ്യാതെ കാണും സുഹൃത്തുക്കളെ. ഇതിനകത്ത് ഏകദേശം ഒരു 15ഓളം ആൾക്കാർക്ക് അറ്റ് ആൻഡ് ടൈം താമസിക്കാനുള്ള ഒരു ബംഗ്ലാവ് അന്ന് കാലത്ത് കെട്ടിയതാണ്. പിന്നെ പാടി വേറെ ഉണ്ട്. എന്ന് വെച്ചാൽ ലേബേഴ്സിന് താമസിക്കാനുള്ളത് 3, 4, 5 ഭാഗങ്ങളിലായിട്ട് വീടുകൾ തനി വീടുകളുണ്ട്. 21ഓളം കിണറുകളുണ്ട്. 5ഓളം ചെക്ക് ഡാമുകളോ 1 ഏക്കർ 2 ഏക്കർ അങ്ങനെയുള്ളത്. 45ഓളം റിസോർട്ട് നമ്മൾക്ക് പുതുക്കി പണിയാനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജന്മന്തീരാധാരമാണ് കിടക്കുന്നത്. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലായത് രജിസ്ട്രേഷൻ ആയി കിടക്കുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന മനോഹരമായി ഈ ബംഗ്ലാവും ഈ കാണുന്ന പ്രോപ്പർട്ടി 200 ഏക്കറും കൂടിയാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഉള്ളത് കാപ്പിയും ഏലമാണ്. ശരിക്കു പറയുകയാണെങ്കിൽ ഇതൊരു 10 വർഷമായിട്ട് പരിപാലനം വളരെ കമ്മിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബംഗ്ലാവിന് ഞാൻ നേരത്തെ ഒരു നല്ല ഫുൾ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ താഴ്വശമാണ്. നമ്മുടെ ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിന്റ് കിട്ടുന്ന നമ്മുടെ ഈ നെല്ലിയാമ്പതിയിൽ വരുന്നവർ വ്യൂ പോയിന്റ് നമ്മുടെ പ്രോപ്പർട്ടിന്റെ തൊട്ട് താഴ്വശത്തു നിന്നാണ് എല്ലാ വ്യൂവും കാണുന്നത്. ഇതിനകത്തേക്ക് നമ്മൾക്ക് മാത്രം ഒരു തനി വഴിയുണ്ട്. പബ്ലിക്കിന് പോകാനും കൂടി ഒരു തനി വഴി. 2 വഴിയും നമ്മൾക്ക് യൂസ് ചെയ്യാം. തനി വഴി നമ്മുടെ ഏകദേശം 4 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്ററിൽ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഒന്ന് മൈൻറ്റനൻസ് ചെയ്ത് ഈ റോഡ് പോലെ ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് നെല്ലിയാമ്പതി കൈകാട്ടി പുലിയാമ്പാറയിൽ നിന്ന് 800 വരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് ഫുൾ കവർ ചെയ്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ റോഡ് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് മനോഹരമായ വരാൻ പറ്റും എന്ന് എല്ലാം നോക്കി. എന്ന് വെച്ചാൽ ഇത് നിസാര വിലയാണ്. നേരത്തെ എല്ലാം ഒരുപാട് വില പറഞ്ഞുകൊണ്ടിരുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഏകദേശം സെന്റിന് 14,000 രൂപ. അപ്പോൾ ഏക്കറയ്ക്ക് 14 ലക്ഷം രൂപ വരുത്താൻ നമ്മളെ കൊണ്ട് 15-ൽ കമ്മിയായില്ല അവരാണ്. ഞാനിപ്പോൾ പറയുന്നു 14 രൂപയ്ക്ക് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി ഏക്കറിന് എടുക്കാൻ പറ്റും. 14 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഒരു 75% ടോപ്പിൽ പ്ലെയിൻ ലാൻഡാണ്. ആ പോകുന്ന വഴി നമ്മൾ നേരെ ചെക്ക് ഡാമിന്റെ അവിടേക്ക് പോവുകയാണ്. ചെക്ക് ഡാമിൽ നേരെ നമ്മൾക്ക് അത് ബോട്ട് ഹൗസ് ആക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഒരു 3-4 ഏക്കറിൽ സൂപ്പർ ബോട്ട് ഹൗസ് ആക്കി അവിടെ ടൂറിസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വികസനമേ മാറി. പിന്നെ ഇവിടെ ഫാം സെറ്റ് ചെയ്യാനോ എന്ത് പർപ്പസിനും എന്ന് വെച്ചാൽ ഏത് സമയത്തും തണുപ്പായിട്ടുള്ള കുളിർമയായി കിടക്കുന്ന ഈ ഭൂമി, ഇതിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് ഉറുപ്പിന്റെ മരങ്ങൾ മാത്രമുണ്ട്. നമ്മുടെ ഈ തോട്ടമല്ലാത്ത വിധത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിന്റെ മരങ്ങൾ മാത്രം. അത് എന്തൊക്കെ മരങ്ങളാണെന്ന് ശരിക്കും പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ ഏതൊക്കെ മരം എന്തൊക്കെ വിലപിടിപ്പുള്ള മരങ്ങളെന്ന് വ്യക്തമായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ ഏകദേശം ജീപ്പിന് വഴിയിട്ട വഴിയിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഒരു
പോർഷൻ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഏകദേശം ഒരു പാർട്ടി വന്ന് ധാരണയായി കൊണ്ടിരുന്നാണ്. അത് അത്യാവശ്യം അവരുടെ വീട്ടിൽ എന്തോ ഇഷ്യൂസ് ആയ കാരണമാണ് ഇപ്പോൾ അത് പ്രോപ്പർട്ടി ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളപ്പോൾ കുറച്ച് പെൻഡിങ്ങിൽ ഇട്ടതാണ്. ഇപ്പോൾ അവർക്ക് ഒരു ഇഷ്യൂസ് വന്ന കാരണമാണ് നമ്മളിപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കമ്പനി തീരുമാനിച്ച് ഒരു കമ്പനിയിൽ എല്ലാ മീറ്റിങ്ങിൽ തീരുമാനിച്ച് വീണ്ടും നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കാപ്പി വിളവെടുക്കേണ്ട സമയമാണ്. കാപ്പി വിളവെടുക്കാൻ ഉള്ള സമയത്തിലാണ് ഈ സംഭവം. ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം കാപ്പി ഏലം വിളവെടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ അതിന്റെ വീഡിയോ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വീഡിയോ കണ്ടുവരുന്നവർക്കോ വ്യക്തമായിട്ട് അറിയാം. ഏകദേശം ഏറ്റവും ടോപ്പിൽ നമ്മൾക്ക് ഈ കാണുന്ന ഏകദേശം ഒരു 60-70 ഏക്കറോളം പ്ലെയിൻ കിടക്കുന്നതെല്ലാം പ്ലെയിൻ ലാൻഡാണ്. യാതൊരു ചരിവ് ഭൂമിയല്ല ഈ ഭാഗങ്ങൾ മുഴുവനും ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴി ആ ജീപ്പ് കയറുന്ന ഫസ്റ്റ് കാണിച്ചത് മാത്രമാണ് ഒരു ചരിവ് ഭൂമി. ഏറ്റവും ടോപ്പിൽ ഈ കിടക്കുന്ന പ്ലെയിൻ ലാൻഡായിട്ട് കിടക്കുന്ന മനോഹരമായിട്ടുള്ള 200 ഏക്കർ ജന്മം തീരാധാരത്തിൽ കിടക്കുന്ന ഭൂമി. നമ്മൾക്ക് പട്ടയം വേണ്ട. ഞാൻ ചിലവർ ചോദിക്കുന്നുണ്ട്, ഇത് പട്ടയമുണ്ടോ? പട്ടയമുണ്ട്. ജന്മം തീരാധാരത്തിന് പട്ടയം ഒരു കാരണവശാലും വേണ്ട. അത് നിങ്ങൾ എഴുത്തുകാരോടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ജന്മം തീരാധാരത്തിന് പട്ടയം വേണ്ട. അപ്പോൾ കമ്പനി ആയതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നവർക്ക് നിങ്ങൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് കമ്പനിയിൽ കയറ്റിയതിന് ശേഷം നിങ്ങളുടെ പേരിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് പോലും വേണ്ടാത്ത വിധത്തിലാണ് ഈ ഭൂമി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ പ്രോപ്പർട്ടി കണ്ട് നമ്മൾക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി എടുക്കാം എന്ന് നമ്മുടെ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 200 ഏക്കർ അങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ. അതിനുള്ള മറുപടി അപ്പം തന്നെ തരും. ഞങ്ങൾ ആ നടന്നു പോകുന്നതിൽ ഒരാൾ മാനേജറാണ്. ആ മാനേജറിനെ കണക്ട് ചെയ്ത് ഞാൻ അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ വശം തരും. നിങ്ങളുടെ ഡൗട്ട് എന്തുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടുന്ന് എവിടെ നിന്നാണെങ്കിലും വരുന്ന ദൂരം ഇത്രയാണ്. പിന്നെ ഇത് വന്ന് കാണണം എന്ന് നിർബന്ധമാണെങ്കിൽ 4 കിലോമീറ്റർ യാത്രയുണ്ട്. 4-4.5 കിലോമീറ്റർ ജീപ്പ് വാടക കൊടുക്കേണ്ടി വരും. കാരണം പറഞ്ഞാൽ ഞങ്ങൾ അത്രയും കൊടുത്തു മതിയായതുകൊണ്ടാണ്. അതിന് സമ്മതമുള്ളവർ മാത്രം വരിക. കാരണം പാർട്ടിയുള്ളവർ വരും, മീഡിയക്കാർ വന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. 4-4.5 കിലോമീറ്റർ ജീപ്പിൽ റണ്ണിങ് ചെയ്ത് തിരിച്ചു പോകുകയാണെങ്കിൽ 3000 രൂപയോളം അവർ ജീപ്പ് വാടക മേടിക്കും. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ശരിക്ക് വന്ന് കുഴപ്പമില്ല, പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ. നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.